എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സാൽമൺ ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണയായിട്ട് ഈ മീൻ ഗ്രിൽ ചെയ്തെടുക്കുകയാണ് പതിവ്. ഞാനിപ്പോൾ ഇത് കേരള സ്റ്റൈലിൽ മീൻ കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് 500 ഗ്രാം സാൽമൺ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു വലിയ പീസായിട്ടാണ് വാങ്ങിച്ചത്. എന്നിട്ടിത് കറിക്ക് ആവശ്യമായ രീതിയിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 കുടംപുളി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ 2 നുള്ളു ഉലുവയും കൂടി ചേർക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ഉലുവയൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം സവാളയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 8 ചെറിയ ഉള്ളി ചേർക്കാം. ഞാനിപ്പോൾ ഒരു പകുതി സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളി ചതച്ചതുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെയും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ദേ ഇവിടെ ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കാനുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. അടുത്തതായിട്ട് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നോർമൽ ചില്ലി പൗഡർ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ വെള്ളം അല്പം കുറവായിട്ടാണ് തോന്നുന്നത്. ഞാനൊരല്പം കൂടി വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം മൊത്തത്തിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് ഇതിലേക്ക് പുളിയും വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഈ കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് ഇത്രയും നല്ല കളറുള്ളത്. ദേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുടംപുളിയൊക്കെ ചേർക്കാം. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് തന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1/2 കിലോ സാൽമൺ ഫിഷിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പീസ് കുടംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണം. ഇതിനു മുമ്പ് തേങ്ങ അരച്ച മീൻ കറിയുടെയും ആവോലി മീൻ പൊള്ളിച്ചതിൻ്റെയൊക്കെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷ് റെസിപ്പീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ അരപ്പ് ഇവിടെ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ഈ സാൽമൺ ഫിഷ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ ഉപയോഗിച്ചിട്ടും ഈ രീതിയിൽ കറി തയ്യാറാക്കാം. ഇപ്പോൾ എടുത്ത് വെച്ചിരുന്ന 1/2 കിലോ മീനും ചേർത്തിട്ട് നന്നായിട്ട് ആ കറിയിലേക്കൊന്ന് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. ഇനി ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 4 മിനിറ്റ് ഞാൻ തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. 4 മിനിറ്റിന് ശേഷം തുറന്നിട്ട് തീ കുറച്ച് വെച്ച ശേഷം ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീൻ പാകത്തിന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് വേവുള്ള മീനല്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതേ മീനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഏകദേശം 2 മണിക്കൂറിന് ശേഷം ഞാൻ ഈ കറി ഒന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻ കറിയാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്